നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. പക്ഷേ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ ഏറെയാണ്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ ഒടുവിൽ അംഗീകാരം നൽകി. നവംബർ 27-ന് പ്രാബല്യത്തിൽ വന്ന കരാർ 2 മാസത്തോളമായി തീവ്രമായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കഴിയുന്ന തെക്കൻ ലെബനനിലെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്നത് തന്നെ. എന്നാൽ ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം തുടരുക തന്നെയാണ്. പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയും ഹൂതികൾ യുദ്ധരംഗത്തേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളും എത്തുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ നടപടികളെയാണ്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള കരാർ കർശനമായ നടപ്പാക്കലും നിരീക്ഷണ സംവിധാനങ്ങളും സംബന്ധിച്ച് US-ൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനെ ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി സ്വാഗതം ചെയ്തു. ഹിസ്ബുള്ള കരാർ ലംഘിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകി. കരാർ അംഗീകരിച്ചുവെങ്കിലും ഗാസയിലെ പോരാട്ടം നിലയ്ക്കാത്തിടത്തോളം തങ്ങൾ പിന്മാറില്ല എന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് പരമാവധി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ബെയ്റൂത്തിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. സംഭവത്തിൽ 42 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രയേലിന് ബഫർ സോൺ വേണമെന്ന ആവശ്യം പക്ഷേ അമേരിക്ക അംഗീകരിച്ചില്ല. എന്നാൽ ഇസ്രയേലിന് അനുകൂലമായ ഒട്ടേറെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സേന ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറിയാൽ മതി എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഇതേസമയം റഷ്യ 100 കണക്കിന് യമൻ പുരുഷന്മാരെ തങ്ങളുടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്ന വാർത്തകളാണ് വരുന്നുണ്ട്. ഇതുവരെ റഷ്യയ്ക്ക് ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സഹായമുണ്ടായിരുന്നു. ഇപ്പോൾ ഹൂതികളെ കൂടി റഷ്യ സൈന്യത്തിലേക്ക് എടുക്കുന്നു എന്നാണ് അറിവ്. എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി ജോലികൾക്കായി ഉയർന്ന ശമ്പളവും റഷ്യൻ പൗരത്വവും വാഗ്ദാനം ചെയ്താണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഹൂതികളുമായി ബന്ധമുള്ള ഒരു കമ്പനി വഴി റഷ്യയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം റഷ്യൻ സൈന്യത്തിലേക്ക് ചേർക്കാൻ ഇവരെ നിർബന്ധിതരാക്കുന്നു. സൈന്യത്തിന്റെ മുൻനിരയിൽ യുദ്ധത്തിന് അയക്കുകയും ചെയ്യുന്നു. ഈ ശ്രമം ഹൂതികൾക്ക് സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. ജോലി വാഗ്ദാനം ചെയ്താണ് യമനിലെ പുരുഷന്മാരെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. യമൻ, നേപ്പാൾ, ഇന്ത്യ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സൈന്യത്തിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള റഷ്യൻ ശ്രമത്തിന്റെ ഭാഗമാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ്. യമൻ പോരാളികളുടെ റിക്രൂട്ട്മെന്റ് ഹൂതികളും റഷ്യയും തമ്മിൽ വളർന്നുവരുന്ന ബന്ധത്തിന്റെ സൂചന കൂടിയാണ്. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇത്തരം ബന്ധങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട്. ഇസ്രയേലിന്റെ ശത്രുപക്ഷത്തുള്ള ഹൂതികൾ കൂടി ഇറാനൊപ്പം റഷ്യയുമായി ചേരുന്നത് ഇസ്രയേലിന് തലവേദന തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഹൂതികൾക്ക് റഷ്യ അത്യാധുനിക ആയുധങ്ങളായ P-800 ഒനിക്സ് കപ്പൽ വിരുദ്ധ മിസൈലുകൾ അയക്കുന്നതിനുള്ള കരാറിൽ ഇടനിലക്കാരായി നിന്നിരുന്നു. ഇത്തരമൊരു കൈമാറ്റം ഇതുവരെ നടന്നിട്ടില്ല എന്നതിന് തെളിവുകളൊന്നുമില്ല. റഷ്യ ഹൂതികളുമായി സജീവമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എങ്കിലും ആയുധ കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നും യമനിലെ US പ്രത്യേക ദൂതൻ തിമോത്തി ലെൻഡർകിങ് അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു. ഒക്ടോബറിൽ $10 ദശലക്ഷം വിലമതിക്കുന്ന ചെറിയ ആയുധങ്ങൾ വിമതർക്ക് നൽകാൻ മോസ്കോ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളും ഉണ്ട്. അത്തരമൊരു ആയുധ കൈമാറ്റം സംബന്ധിച്ച അവകാശവാദങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ചെങ്കടലിലെയും ചുറ്റുമുള്ള ജലപാതകളിലെയും കടൽ ഗതാഗതത്തിനെതിരായി പ്രചരണത്തിനായി ക്രെംലിൻ സാറ്റലൈറ്റ് ഡാറ്റ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് ഗ്രൂപ്പിംഗിന് നൽകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ഇറാന്റെ സഖ്യകക്ഷികളുടെയും പ്രോക്സികളുടെയും കൂട്ടത്തിൽ ഹൂതികൾ കൂടുതൽ പ്രബലരാണ്. അന്താരാഷ്ട്ര നാവിക ഷിപ്പിംഗിലും ഇസ്രയേൽ പ്രദേശത്തും അവർ നടത്തിയ വിജയകരമായ ആക്രമണങ്ങളുമുണ്ട്. ഹൂതികളും റഷ്യയും തമ്മിലുള്ള ബന്ധം US എതിരാളികളായ റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ, ചൈന എന്നിവയ്ക്കിടയിലുള്ള തന്ത്രപരമായ ഒരു ശ്രമത്തിന്റെ വശമായി തന്നെ കാണേണ്ടതുണ്ട്. ഇവരുടെ സഖ്യങ്ങൾ ഏകീകരിക്കാനും മേഖലയിലെ അമേരിക്കയിലെയും അതിന്റെ സഖ്യകക്ഷികളെയും വെല്ലുവിളിക്കാനുമുള്ള ശ്രമം കൂടിയാകാം ഇത്. ഇപ്പോൾ 10,000-ലേറെ ഉത്തര കൊറിയൻ പട്ടാളക്കാർ റഷ്യയ്ക്കുണ്ട്. ഹൂതികളെ ആയുധങ്ങളും ബുദ്ധിശക്തിയും കൊണ്ട് സജ്ജരാക്കുന്നതിലൂടെ ചെങ്കടലിലും ചുറ്റുമുള്ള ജലപാതകളിലും ഹൂതികളെ ശക്തരാക്കാനും പാശ്ചാത്യ വാണിജ്യ ഷിപ്പിംഗിൽ സമ്മർദ്ദം ചെലുത്താനും യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ നിന്ന് US ശ്രദ്ധയും സ്വത്തുക്കളും വഴിതിരിച്ചിടുവാനുമുള്ള ഒരു അവസരമായാണ് ഹൂതികളുടെ സമുദ്രാധിപത്യത്തെ റഷ്യ കണക്കാക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ സൈനിക ശക്തി കുറഞ്ഞു വരികയാണ്. യുക്രൈനു വേണ്ടി 70 ബില്യൺ തുകയ്ക്കുള്ള ആയുധങ്ങൾ
കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലിനും ആവശ്യത്തിലധികം സൈനിക സഹായം അമേരിക്ക നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു യുദ്ധവിരാമമാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 5 കിലോമീറ്റർ ഇടയ്ക്കുള്ള ബഫർ സോൺ ഉണ്ടാക്കാൻ യുക്രൈനെ പ്രേരിപ്പിക്കുക. ക്രീമിയ, ഡോനെക്സ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യയുടെ ഭാഗമാണ്. അവിടുത്തെ ജനങ്ങൾക്കും റഷ്യയോടൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യം. അങ്ങനെ ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുള്ള യുക്രൈൻ ഭാഗങ്ങൾ റഷ്യയുടെ കൈവശം തന്നെ നിലനിർത്തുക. യുക്രൈൻ തൽക്കാലം നാറ്റോയിൽ ചേരേണ്ട എന്നുള്ള നിർദ്ദേശവും അമേരിക്ക നൽകുന്നു. അമേരിക്ക സഹായം നിരസിച്ചാൽ യുക്രൈന് യുദ്ധത്തിൽ നിന്ന് തന്നെ പിന്മാറേണ്ടി വരും. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് അനുകൂല നിലപാടെടുക്കുന്നതോടെ റഷ്യയും യുദ്ധത്തിൽ നിന്ന് പിന്മാറും എന്നാണ് പ്രതീക്ഷ. മലയാളി വാർത്ത ഇൻസൈഡ്.